Good morning, all. Good morning, Miss. Good morning, Miss. Materials management കഴിഞ്ഞു അല്ലേ നമ്മുടെ എല്ലാവരും നോക്കിയോ? ചാപ്റ്റർ നോക്കിയോ എല്ലാവരും? ക്ലിയർ ആണോ? ഡൗട്ട്സ് വല്ലതുണ്ടോ? ക്ലിയർ ആണോ? ചാപ്റ്റർ ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് മിസ് എടുക്കാൻ പോകുന്നത് 7th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള ചാപ്റ്റർ. നമ്മൾ ഡിപ്ലോമയിലെ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻ അല്ലെ പഠിച്ചിട്ടുണ്ട് അല്ലെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു തുടർച്ച പോലെയാണ് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്നത് കേട്ടോ. ഇപ്പൊ നമുക്കറിയാം നമ്മൾ പഠിച്ച മിക്ക ചാപ്റ്ററും ഡിപ്ലോമയുടെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് അല്ലെ. HIMS പഠിക്കുന്നുണ്ടാവും, മെറ്റീരിയൽസ് മാനേജ്മെന്റ് പഠിക്കുന്നുണ്ട് അല്ലെ, പിന്നെ ഡ്രഗ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതേപോലെ തന്നെ നമ്മുടെ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്നുള്ളൊരു ആ ചാപ്റ്ററിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്നുള്ള ചാപ്റ്റർ കേട്ടോ. നോക്കാം, നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പെട്ടെന്ന് തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്റർ അവിടെ ഡിപ്ലോമയിൽ പഠിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ഫസ്റ്റ് തന്നെയാ ഇൻട്രൊഡക്ഷൻ അല്ലെ. അപ്പൊ നോക്കി, contagious disease are caused by microscopic organisms that traverse the body's natural barriers and multiply to create symptoms that can range from mild to deadly. നമുക്കറിയാം, നമുക്കൊരു സാംക്രമിക രോഗങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിന് കാരണക്കാരാരാണ്? ആരാണ്? നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ കാരണക്കാരാരാ? സാംക്രമിക രോഗങ്ങള് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, നമ്മൾ പൊതുവെ പറയുന്ന ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാൻ കാരണക്കാരാരാ? മൈക്രോ ഓർഗാനിസംസ് അല്ലെ, മൈക്രോ ഓർഗാനിസംസ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ സാംക്രമിക രോഗങ്ങൾക്ക് കാരണക്കാരാരാണ്? മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തില് നമ്മൾ ചെറുതു മുതലേ കേൾക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് കയറി കഴിഞ്ഞാൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്താണ് ആന്റിജൻസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെ അതിനെതിരെ. ആ ഒരു സമയത്താണ് നമുക്ക് പറയുന്നത് കേട്ടിട്ടുണ്ടോ, പനിയൊക്കെ വരുന്നത് നമ്മുടെ ശരീരത്തില് മൈക്രോ ഓർഗാനിസംസ് ഇൻഫെക്ഷൻസ് കയറിയിട്ടുണ്ടെങ്കിൽ ഫീവർ ഒക്കെ വരുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ശരീരത്തില് ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് മൈക്രോ ഓർഗാനിസംസ് ആണ് അല്ലെ, സൂക്ഷ്മജീവികളാണ്. That traverse body's natural barriers and multiply to create symptoms that can range from mild to deadly അല്ലെ. എന്താണ് നമ്മുടെ സ്വാഭാവിക, അതായത് നമുക്ക് എന്താണ് ഈ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാരിയേഴ്സ് ഉണ്ട് അല്ലെ, നാച്ചുറൽ ബാരിയേഴ്സ് ഉണ്ട് അല്ലെ. നമ്മ പറഞ്ഞു എന്താണ് ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സമയത്താണ് നമുക്ക് ഫീവർ വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഒരു നാച്ചുറൽ ബാരിയേഴ്സിനെ, സ്വാഭാവിക തടസ്സങ്ങളെ മറികടന്ന് ഈ മൈക്രോ ഓർഗാനിസംസ് എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യോ, പെരുകും അല്ലെ, നമ്മുടെ ശരീരത്തിൽ പെരുകും.
ആണോ? ആ ഒരു സമയത്തല്ലേ നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത്, പകർച്ചവ്യാധികൾക്ക് കാരണമാകുന്നത്. നമ്മുടെ ശരീരത്തില് ഇൻഫെക്ഷൻസ് കയറി ആ ഇൻഫെക്ഷൻസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് അല്ലെ, പെരുകി കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുന്നത് അല്ലെ. അപ്പൊ എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവിക തടസ്സങ്ങളെ മറികടന്ന് പെരുകുന്ന സൂക്ഷ്മജീവികളാണ് നമുക്ക് പകർച്ചവ്യാധികൾക്ക്, കണ്ടാജിയസ് ഡിസീസുകൾക്ക് കാരണമാകുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് എന്താണ്, നമുക്ക് നേരിയതോ അല്ലെ ചെറിയ തോതിലുള്ളതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ള എന്താണ് ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അല്ലെ. നമുക്ക് ചെറിയ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ്, ചെറിയ രീതിയിലുള്ള സിംറ്റംസ് ഒക്കെയാണ്. ചിലതാണെങ്കിലോ, ഇപ്പൊ നമ്മുടെ തലച്ചോറിന് ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെറിയ രീതിയിലാണോ ആ ഒരു ഇൻഫെക്ഷൻസ് ബാധിക്കുന്നത്. നമ്മ മെനിഞ്ചൈറ്റിസ് പഠിച്ചിട്ടുണ്ട് അല്ലെ, HAL മെനിഞ്ചൈറ്റിസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, നമുക്കൊരു ചെറിയ തോതിലുള്ള ഇൻഫെക്ഷൻ, ആ ഒരു ഇൻഫെക്ഷൻ നമുക്ക് ചെറിയ തോതിലുള്ള സിംറ്റംസ് ആണോ കാണിക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ എന്താണ് ഇത്, ഈ ഇൻഫെക്ഷൻസ്, ഈ മൈക്രോ ഓർഗാനിസംസ് പെരുകുന്നത് മൂലം നമുക്ക് എന്താണ്, നേരിയതോ അല്ലെങ്കിൽ മാരകമായിട്ടുള്ളതോ ആയ സിംറ്റംസിന് കാരണമാകുന്നു, രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെയാണോ? നമ്മൾ അതേപോലെ ഈ ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി, തടയുന്നതിന് വേണ്ടി നമ്മൾ എന്താണ് പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്ന സമയത്ത് എന്താണ്, ആ കൊറോണ വൈറസിനെ തടയുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വാക്സിനേഷൻ എടുത്തു അല്ലെ. ആണോ? വാക്സിനേഷൻ എടുത്തു. അതേപോലെ പണ്ട് അല്ലെ ക്ഷയം ഉണ്ടായിട്ടുണ്ട്, ട്യൂബർക്യുലോസിസ് അല്ലെ, പിന്നെ എന്താണ് നമ്മ പറയുന്ന കുഷ്ഠം അല്ലെ. ആണോ? പറയേ, അഞ്ചാമ്പനി. അപ്പൊ ഇതിനൊക്കെതിരെ എന്താണ് നമ്മ വാക്സിനുകൾ വികസിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ വാക്സിനുകളൊക്കെ വികസിപ്പിക്കുന്നത് മൂലം നമുക്ക് ഈ അസുഖങ്ങള് ഒരു പരിധി വരെ തടയാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൊരു മൂവി കണ്ടിട്ടുണ്ടോ, ഒരു ക്ഷയം വന്നിട്ട് ആ ഭാഗത്തുള്ള ഒരുപാട് പേര് മരണപ്പെട്ടതൊക്കെ കണ്ടിട്ടുണ്ടോ? അജു വർഗീസിന്റെ ഒരു മൂവീസ്, എന്നിട്ട് ആളുടെ മേത്ത്, മോളുടെ മേത്ത് കണ്ടിട്ടുണ്ടോ ആ ഒരു മൂവി? മീൻസ് പേര് മറന്നുപോയി. കണ്ടിട്ടില്ല? ഒരു മൂവി ഉണ്ട്, പേര് മിസ് മറന്നുപോയി. അപ്പൊ ആ ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്, ക്ഷയം വന്നിട്ട് ആ പ്രദേശത്തുള്ള ഭൂരിഭാഗം ഒരു 98% ആളുകളും 90% ആളുകളും മരണപ്പെടുകയാണ്. അപ്പൊ എന്താണ്, ഈ ക്ഷയമൊക്കെ വന്നു കഴിഞ്ഞാല് ആ ഒരു സിറ്റുവേഷൻ, അന്ന് ഇതിനുള്ള വാക്സിനുകളൊന്നും വികസിപ്പിച്ചിട്ടില്ല, ഇന്നാണ് ഫിനിക്സ്. ഓക്കെ. അപ്പൊ എന്താണ് അതിൽ കാണിക്കുന്നുണ്ട് അല്ലെ, നിശ കണ്ടിട്ടുണ്ടോ? അതിന്റെ ആ റിസ്ക് കാണിക്കുന്നുണ്ട് അല്ലെ, ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകള് ഇല്ലേ. അപ്പൊ എന്താണ്, അങ്ങനെ ചിലപ്പോ എന്താണ് ആ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് അസഹ്യമായിട്ടുള്ള സിംറ്റംസ് ഒക്കെ ആയിരിക്കാം കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ ഒരു വാക്സിനുകളിലൂടെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ലേ, ഇല്ലേ? അപ്പൊ നെക്സ്റ്റ് പറയുന്നത് നോക്കി, ഓൾദോ എ പ്രോസസ് ഹാസ് ബീൻ മെയ്ഡ് ടു annihilate or control many pathogenic disease, humankind remains susceptible to a wider array of new and resurrected organisms. എന്താണ്, നമുക്ക് പല രോഗകാരികളായ പല ഇൻഫെക്ഷൻസിനെയും ഉള്ള ആ രോഗങ്ങൾ എന്താണ് നമുക്ക് ഉന്മൂലനം ചെയ്യുന്നതിനോ അല്ലെ, നമുക്ക് ഈ ഒരു ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനോ പല പ്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെ, നമ്മളിപ്പോ പറഞ്ഞ രീതിയിലുള്ള വാക്സിനേഷൻ എടുക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല പ്രക്രിയകൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യവർഗം അല്ലെ, നമ്മുടെ ഹ്യൂമൻ കൈൻഡ് എന്താണ് ഇപ്പോഴും പുതിയതും പുനരുദ്ധാരണം സൃഷ്ടിച്ചതുമായിട്ടുള്ള നിരവധി സൂക്ഷ്മാണുക്കൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു എന്താണ് ക്ഷയം, അതേപോലെ കുഷ്ഠം, അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എന്താ അഞ്ചാമ്പനി, അതിനൊക്കെ നമ്മൾ എന്താണ് വാക്സിനേഷൻ ഒക്കെ കണ്ടുപിടിച്ച് നമുക്ക് അതൊരു പരിധി വരെ നമുക്ക് അത് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആണോ?
നിയന്ത്രിക്കാൻ പണ്ട് പറയും നമ്മുടെ ചിക്കൻ ബോക്സിനെ വസൂരി എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ, വസൂരി എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ ആളുകളെ ബാധിക്കുന്നുണ്ട്, അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് നമുക്ക് ഈ വാക്സിനേഷനുകളിലൂടെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ്, വീണ്ടും പുതിയതും പഴയ രോഗങ്ങൾ പുനരുദ്ധാരണം പ്രാപിച്ചും ഇന്നും മനുഷ്യവർഗം അതിനെ എന്താണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മ അടുത്ത് കേട്ട അസുഖങ്ങൾ എന്താണ്, നിപ്പ, കൊറോണ അല്ലെ, അതൊക്കെ എന്താണ് പുതിയ പുതിയ വൈറസുകളാണ് അല്ലെ, പുതിയ പുതിയ വൈറസുകളാണ് അല്ലെ. അപ്പൊ എന്താണ് റെസറക്റ്റഡ് എന്ന് പറഞ്ഞാല് ഉയർത്തെഴുന്നേൽക്കുക, പുനരുദ്ധാരണം, വീണ്ടും വരിക എന്നുള്ള അർത്ഥത്തില്. ഇപ്പൊ നമുക്കറിയാം ഡിഫ്തീരിയക്കൊക്കെ നമുക്ക് വാക്സിനേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. ചെറിയ കുട്ടികൾക്ക് ഡിഫ്തീരിയ, എന്താ തൊണ്ടമുള്ളെന്ന് പറയും, കേട്ടിട്ടുണ്ടോ? പക്ഷെ ഇപ്പൊ ചില കുട്ടികൾക്ക് ആ ഒരു അസുഖങ്ങൾ കണ്ടുവരുന്നുണ്ട്, വീണ്ടും കണ്ടുവരുന്നുണ്ട്. അതെന്താണ്, വീണ്ടും വരാണ് അല്ലെ, വീണ്ടും ആ ഒരു അസുഖങ്ങൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് റെസറക്റ്റഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്, നമ്മൾ ഇങ്ങനെയുള്ള പല രോഗകാരികളായ പല ഇൻഫെക്ഷൻസിനെയും നമ്മൾ എന്താണ് ഉന്മൂലനം ചെയ്യുന്നതിനോ അതല്ലെങ്കിൽ അങ്ങനെയുള്ള അസുഖങ്ങളെ കൺട്രോൾ ചെയ്യുന്നതിനോ പല പ്രക്രിയകളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിലും ഹ്യൂമൻ കൈൻഡ്സ് ഇപ്പോഴും എന്താണ് പുതിയതും പുനരുദ്ധാരണം പ്രാപിച്ചതുമായിട്ടുള്ള പല ഇൻഫെക്ഷൻസിനും വിധേയമായിക്കൊണ്ടിരിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് സം ഇൻഫെക്ഷൻസ് അല്ലെ. നമുക്കറിയാം പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ട് അല്ലെ. സം ഇൻഫെക്ഷൻസ് സച്ച് ആസ് മീസിൽസ് അല്ലെ, അഞ്ചാമ്പനി, മലേറിയ, HIV ആൻഡ് യെല്ലോ ഫീവർ എഫക്ട് ദ എൻറ്റയർ ബോഡി അല്ലെ. ചില ഇൻഫെക്ഷൻസ് എന്താണ്, അഞ്ചാമ്പനി, മലേറിയ, HIV, പിന്നെന്താണ് യെല്ലോ ഫീവർ പോലെയുള്ള അസുഖങ്ങൾ എന്താണ് മനുഷ്യന്റെ എൻറ്റയർ ബോഡി അല്ലെ, നമ്മുടെ ബോഡി മൊത്തത്തിലാണ് ഈ ഇൻഫെക്ഷൻസ് ബാധിക്കുന്നത്. അതർ ഇൻഫെക്ഷൻസ് എഫക്ട് ഓൺലി വൺ ഓർഗൻ ഓർ എ സിസ്റ്റം ഓഫ് ദി ബോഡി അല്ലെ. ചില ഇൻഫെക്ഷൻസ് എന്താണ് മനുഷ്യന്റെ ചില സിസ്റ്റംസിനെ അല്ലെങ്കിൽ ചില ഓർഗൻസ്, നമ്മുടെ ഹാർട്ട്, ലിവർ അങ്ങനെയുള്ള ഓർഗൻസിനൊക്കെ മാത്രമായിരിക്കും ബാധിക്കുന്നത്. അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് അങ്ങനെയുള്ള അല്ലെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്കറിയാം അല്ലെ. ആ ഒരു സിസ്റ്റത്തിനെ മാത്രമല്ലേ ബാധിക്കുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഒക്കെ. അപ്പൊ എന്താണ് ചില ഇൻഫെക്ഷൻസ് എന്താണ് മനുഷ്യരുടെ ചില ഒരു ഓർഗൻസിനെ മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിലെ ഒരു സിസ്റ്റത്തിനെ ആയിരിക്കാം ആ ഇൻഫെക്ഷൻസ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെയാണോ? The most habitual local infections including the common cold occur in the upper respiratory tract. എന്താണ് നമ്മുടെ നമ്മ പൊതുവായി കാണുന്ന habitual local infections എന്താണ്, including common cold അല്ലെ, സാധാരണ കാണുന്ന ആ ഒരു പനി, അതൊക്കെ എന്താണ് അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ആയിരിക്കും ബാധിക്കുന്നത്. ഓക്കെയാണോ? അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ സാധാരണ കണ്ടുവരുന്ന കോമൺ കോൾഡ് എങ്ങനെയാണ് നമ്മുടെ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയാണ് ബാധിക്കുന്നത്. എ സീരിയസ് ആൻഡ് യൂഷ്വലി ലോക്കൽ ഇൻഫെക്ഷൻസ് ഓഫ് ദി റെസ്പിറേറ്ററി ട്രാക്ട് ഈസ് ട്യൂബർകുലോസിസ് വിച്ച് ഈസ് എ പ്രോബ്ലം വേൾഡ് വൈഡ് അല്ലെ. എന്താണ് നമ്മുടെ മനുഷ്യവർഗം ഹ്യൂമൻ കൈൻഡ് എന്താണ് നമ്മുടെ ശ്വാസകോശത്തിനെ ബാധിക്കുന്ന ഗുരുതരവും സാധാരണമായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് എന്ത്, ട്യൂബർകുലോസിസ് അല്ലെ, ക്ഷയം. എന്താണ് നമ്മുടെ ഗുരുതരമായ സീരിയസ് ആൻഡ് യൂഷ്വലി ലോക്കൽ ഇൻഫെക്ഷൻസ് അല്ലെ, നമ്മ സാധാരണയായിട്ടുള്ളതും കൂടാതെ ഗുരുതരമായിട്ടുള്ളതുമായിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ട്രാക്ട് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷൻസ് ആണ് ക്ഷയം അല്ലെ, ട്യൂബർകുലോസിസ്. എന്താണ് ലോകമെമ്പാടുമുള്ള ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അല്ലെ. ക്ഷയം നമ്മുടെ ഭാഗത്ത് മാത്രമാണോ, ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമാണോ കേട്ടിരിക്കുന്നത്? അല്ല അല്ലെ. എന്താണ് നമ്മുടെ വേൾഡ് വൈഡ് ഉള്ള ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ക്ഷയരോഗം അല്ലെ. ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, നമ്മ ഈ പുറത്തേക്ക് പോണെങ്കിൽ ഫോറിൻ കൺട്രീസിൽ പോണെങ്കിൽ ജോലിക്കൊക്കെ ആയിട്ട് പോകുമ്പോൾ മെഡിക്കൽ
ചെക്കപ്പ് നടത്താറുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ക്ഷയരോഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റേ എടുക്കുമ്പോൾ അതിൽ അവർക്ക് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് പോവാൻ പറ്റോ? ഇല്ല അല്ലെ. പിന്നെ നമുക്ക് വിസ അനുവദിച്ചേരില്ല. നമുക്ക് പുറത്തേക്ക് പോകാതെ എന്താണ്, ക്ഷയരോഗമൊക്കെ മറ്റുള്ളവർക്കും കൂടി പകരുന്നതാണ് അല്ലെ, സ്പ്രെഡ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് പുറത്തേക്ക് പോവാൻ പറ്റില്ല. അപ്പൊ എന്താണ്, വേൾഡ് വൈഡ് ആയിട്ടുള്ള ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ക്ഷയരോഗം അല്ലെ, ട്യൂബർക്യുലോസിസ്. അപ്പൊ നമുക്ക് വാക്സിനേഷനിലൂടെ ഒരുപാട് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് other common sites of infections include the digestive tract, lungs, the reproductive and urinary tract, the eyes or ears. Like മറ്റ് കോമൺ സൈറ്റ് ഇൻഫെക്ഷൻ, നമ്മുടെ ഒരു ഭാഗത്തെ ഒരു പ്രത്യേക ഏരിയനെ ബാധിക്കുന്ന മറ്റ് പൊതുവായിട്ടുള്ള കോമൺ സൈറ്റ് ഇൻഫെക്ഷൻസ് എന്തൊക്കെയാണ്? ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെ, നമ്മുടെ ദഹനനാളത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, നമ്മുടെ ലങ്സിനെ ബാധിക്കുന്ന അല്ലെ, ശ്വാസകോശത്തെ ബാധിക്കുന്നത്, നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, നമ്മുടെ കണ്ണിനെ അല്ലെങ്കിൽ നമുക്ക് ചെവിക്ക് ബാധിക്കുന്ന അല്ലെ. നമുക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഇയറിനൊക്കെ ഇൻഫെക്ഷൻസ് വരാറുണ്ട് അല്ലെ. കഫക്കെട്ടൊക്കെ കൂടിക്കഴിയുമ്പോൾ കുട്ടികൾക്കൊക്കെയാണ് കൂടുതൽ വരുന്നത് അല്ലെ, ഇയറിന് ഇൻഫെക്ഷൻസ്, ചെവി വേദന വന്നിട്ട് അല്ലെ. കുട്ടികളുള്ളവർക്ക് അറിയാൻ പറ്റും, മൂക്കൊക്കെ അടഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അവർക്ക് എഫക്ട് ചെയ്യും അല്ലെ, ഇയേഴ്സിലേക്ക്. ആണോ? അപ്പൊ എന്താണ്, നമ്മൾ മറ്റ് കോമൺ സൈറ്റ്സ് ഇൻഫെക്ഷൻ സാധാരണ കാണുന്ന കോമൺ സൈറ്റ്സ് ഇൻഫെക്ഷൻസ് ആണ് എന്താണ്, ഡൈജസ്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻസ്, ലങ്സിനെ ബാധിക്കുന്ന ശ്വാസകോശത്തെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്നത്, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ്, ഐസിനെ അല്ലെങ്കിൽ നമ്മുടെ ഇയേഴ്സിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ്. ഓക്കെ, ന്യൂമോണിയ ഒക്കെ എന്താണ്, ലങ്സിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻസ് ആണ് അല്ലെ. Okay, next എടുക്കട്ടെ മിസ്. Local infections can cause major ailment if they affect vital organs such as the heart, brain or liver അല്ലെ. നമ്മുടെ ലോക്കൽ ഇൻഫെക്ഷൻസ് എന്താണ്, മേജർ ആയിട്ടുള്ള അസുഖങ്ങൾക്ക് എയിൽമെന്റ്, രോഗങ്ങൾക്ക് കാരണമാകുന്നു. ഈ ലോക്കൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലെ വൈറ്റൽ ഓർഗൻസിനെ, പ്രധാനപ്പെട്ട ഓർഗൻസിനെയാണ് ബാധിക്കുന്നത്. എന്തിനൊക്കെയാണ്? ഹാർട്ടിനെ, ബ്രെയിനിനെ, ലിവറിനെയൊക്കെയാണ് നമ്മുടെ ഈ ലോക്കൽ ഇൻഫെക്ഷൻസ് പ്രധാനമായും എഫക്ട് ചെയ്യുന്നത്. They also can spread through the bloodstream to cause pervasive symptoms അല്ലെ. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ അല്ലെ, നമ്മുടെ രക്തപ്രവാഹത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ മൊത്തം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, മാരകമായിട്ടുള്ള അല്ലെ അല്ലെങ്കിൽ വ്യാപകമായിട്ടുള്ള രോഗലക്ഷണങ്ങൾക്ക് കാരണമാകുന്നു. ഓക്കെ ആണോ? ഓക്കെ, എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ മക്കളെ. ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. കോമൺ സൈറ്റ്സ് ഇൻഫെക്ഷൻസ് ചോദിക്കാം, അത് ഏതിനൊക്കെയാണ് ബാധിക്കുന്നത് അല്ലെ. എന്താണ്, ഡൈജസ്റ്റീവ് ട്രാക്ട്, ലങ്സ്, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, യൂറിനറി ട്രാക്ട്, ഐസ്, ഇയേഴ്സ് അല്ലെ. പിന്നെ എന്താണ്, നമ്മുടെ ലോക്കൽ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിനെയാണ് ബാധിക്കുന്നത് അല്ലെ. എന്താണ്, ഹാർട്ടിനെ, ബ്രെയിനിനെ, ലിവറിനെ അല്ലെ. പിന്നെന്താണ്, ഈ ഇൻഫെക്ഷൻസ് നമ്മുടെ ശരീരത്തിലെ രക്തപ്രവാഹത്തിലൂടെ നമ്മുടെ ശരീരത്തിലെ മൊത്തം ബാധിച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് വ്യാപിച്ചിട്ട് എന്താണ്, നമുക്ക് വ്യാപകമായിട്ടുള്ള രോഗലക്ഷണങ്ങൾക്ക്, സിംറ്റംസിന് കാരണമാകുന്നു. നെക്സ്റ്റ് പറയുന്നത് common ways in which infections agents enter the body are through skin. നമുക്കറിയാം, അത് പറയുന്നതിന് മുമ്പ് അറിയാം, നമ്മ HAL പഠിച്ചു, നമ്മുടെ ശരീരത്തില് എങ്ങനെയൊക്കെയാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ബാധിക്കുന്നത്, എഫക്ട് ചെയ്യുന്നത് നമ്മളെ എയറിലൂടെ. പിന്നെ എങ്ങനെയാണ്, മോസ്റ്റ് കോമൺ വേ ഏതാണ്? ഫുഡിലൂടെ അല്ലെ, ടച്ചിലൂടെ അല്ലെ, സ്കിൻ കോണ്ടാക്ട് അല്ലെ, ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെ, ഹാൻഡിലൂടെ, വാട്ടറിലൂടെ അല്ലെ. പിന്നെ
എയർബോൺ ട്രാൻസ്മിഷൻ പഠിച്ചില്ലേ? ഡ്രോപ്ലെറ്റ് ട്രാൻസ്മിഷൻ, കോണ്ടാക്ട് ട്രാൻസ്മിഷൻ, പറഞ്ഞോയോ അതൊക്കെ? ആ ഫ്ലൈസ്, മോസ്കിറ്റോ അല്ലെ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ അല്ലെ, നാച്ചുറൽ ബോഡി, മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് കോമൺ വേസ് ഇൻ വിച്ച് ഇൻഫെക്ഷസ് ഏജന്റ്സ് എൻറ്റർ ദ ബോഡി ആർ ത്രൂ. നമ്മുടെ ശരീരത്തില് കോമൺ ആയിട്ട് മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ചെയ്യുന്ന വഴികൾ ഏതൊക്കെയാണ് അല്ലേ? നോക്കിയേ, ഫസ്റ്റ് പറയുന്നത് സ്കിൻ കോണ്ടാക്ട്. സ്കിൻ കോണ്ടാക്ട് അതായത് ഡയറക്റ്റ് ടച്ചിലൂടെയൊക്കെ അല്ലെ, സ്കിൻ കോണ്ടാക്റ്റിലൂടെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് ബാധിക്കുന്നുണ്ട്. ഇൻഹലേഷൻ ഓഫ് എയർബോൺ മൈക്രോബ്സ് അല്ലെ, നമ്മുടെ എയറിലുള്ള മൈക്രോബ്സിനെ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ അല്ലെ, ഇൻഹലേഷൻ ചെയ്യുന്നതിലൂടെ, ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. പിന്നെന്താണ്, നമ്മൾ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡും വാട്ടറൊക്കെ കുടിക്കുകയും കഴിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. From vectors such as ticks or mosquitoes that carry and transmit organisms. നമുക്കറിയാം, നമുക്ക് ഈ കൊതുകുകൾ പരത്തുന്ന സുഖങ്ങളുണ്ട് അല്ലേ? ഉണ്ടോ പനിയൊക്കെ? മോസ്കിറ്റോസ് കേട്ടിട്ടില്ലേ? അപ്പൊ എന്താണ്, ഡെങ്കു ഫീവർ ഒക്കെ അല്ലെ? അപ്പൊ നോക്കിയേ, നമ്മള് ഇങ്ങനെയുള്ള മോസ്കിറ്റോസ്, ടിക്സുകൾ, ചെള്ളെന്ന് പറയാം, ടിക്സുകൾ. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസിനെ വഹിച്ചു കൊണ്ടുപോകും. അവർ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അവ എന്താണ്, നമ്മളെ കുത്തുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ കടിക്കുന്നതിലൂടെ അല്ലെ, ബൈറ്റ് ചെയ്യുന്നതിലൂടെ എന്താണ്, നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻസ് വരാം. നെക്സ്റ്റ് ട്രാൻസ്മിഷൻ ഫ്രം മദർ ടു ദെയർ അൺബോൺ ചിൽഡ്രൻ via the birth canal and placenta അല്ലെ. എന്താണ്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറയാറുണ്ട് നവജാത ശിശുക്കൾക്ക് അല്ലെ, HIV എന്ന് പറയാറില്ലേ? ന്യൂ ബോൺ ബേബീസിന്, അൺബോൺ ബേബീസിന് എന്താണ്, അവര് അമ്മയിൽ നിന്ന് തന്നെ ലഭിക്കുന്നത് പറയാറുണ്ട് അല്ലെ. HIV പോലുള്ള അസുഖങ്ങളൊക്കെ, ഇൻഫെക്ഷൻസ്. അപ്പൊ എന്താണ്, നമുക്ക് ട്രാൻസ്മിഷൻ ഫ്രം മദേഴ്സ് ടു ദെയർ അൺബോൺ ചിൽഡ്രൻ അല്ലെ, എന്താണ്, നമുക്ക് മദറിൽ നിന്ന് ജനിക്കാൻ പോകുന്ന അല്ലെ അൺബോൺ ചിൽഡ്രൻസിന് അവരുടെ മദറിന്റെ ബർത്ത് കനാലിലൂടെ അല്ലെങ്കിൽ അവരുടെ പ്ലാസന്റയിലൂടെ എന്താണ്, ഇൻഫെക്ഷൻസ് ബാധിക്കുന്നു. ഓക്കെയാണോ? അപ്പൊ ഒരുപാട് രീതിയിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെ, സ്കിൻ കോണ്ടാക്റ്റിലൂടെ. പിന്നെ എന്താണ്, നമുക്ക് എന്താ, എയർബോൺ മൈക്രോബ്സുകൾ അല്ലെ, നമ്മൾ ശ്വസിക്കുന്നതിലൂടെ, നമ്മുടെ എയറിലുള്ള വായുവിലുള്ള മൈക്രോബ്സിനെ നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും എന്താണ് ഇൻഫെക്ഷൻസ് ബാധയേറ്റിട്ടുള്ള ഒരാൾ ചുമക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോഴെന്താണ്, നമ്മുടെ എയറിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ആ ഒരു എയർ നമ്മൾ ശ്വസിക്കുമ്പോൾ എന്താണ്, നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻസ് ബാധിക്കില്ലേ? കയറാണ് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഇൻഫെക്ഷൻസ് വരാം. പിന്നെ എന്താണ്, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അല്ലെ, എന്താണ്, ഭക്ഷണങ്ങള്, ഫുഡുകൾ കഴിക്കുന്നതിലൂടെ, വെള്ളം കുടിക്കുന്നതിലൂടെ നമുക്ക് എന്താണ്, ഇൻഫെക്ഷൻസ് വരാം അല്ലെ. മഞ്ഞപ്പിത്തൊക്കെ അങ്ങനെ വരുന്ന അസുഖങ്ങളാണ് അല്ലെ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വെള്ളത്തിലൂടെയൊക്കെ സ്പ്രെഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, കോളറ. Next, bites from vectors such as ticks or mosquitoes that carry and transmit organisms. Dengue fever ഒക്കെ എന്താണ്, ആ ഒരു മോസ്കിറ്റോസ് അല്ലെങ്കിൽ ആ ഒരു ടിക്സുകൾ, ചെള്ളുകളൊക്കെ ഈ ഒരു മൈക്രോ ഓർഗാനിസംസിനെ അവരുടെ ശരീരത്തിൽ എലിപ്പനി വഹിക്കുകയും കൂടാതെ എന്താണ്, അത് നമ്മളെ കടിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഇൻഫെക്ഷൻസ് ബാധിക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് പറയുന്നത് സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ എന്താണ്, മദറിൽ നിന്ന് അവർക്ക് ജനിക്കാൻ പോകുന്ന അൺബോൺ ചിൽഡ്രൻസിന് മദറിന്റെ ബർത്ത് കനാലിലൂടെയും പ്ലാസന്റയിലൂടെയും എന്താണ്, ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നു. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ. വാട്ട് ഈസ് ഇൻഫെക്ഷൻ കൺട്രോൾ? അപ്പൊ നമ്മൾ ഇത്രയും നേരം ഇൻഫെക്ഷൻസിനെ കുറിച്ചാണ് അല്ലെ പഠിച്ചത്. അപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താ? നിയന്ത്രണം ചെയ്യാ അല്ലെ. ഈ സ്റ്റോപ്പ് സ്പ്രെഡിങ് അല്ലെ,
പ്രിക്കോഷൻസ് സ്വീകരിക്കുക. അപ്പൊ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഇത്തരം ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും അല്ലെ അത് കൺട്രോൾ ചെയ്യുന്നതിനും പ്രിവെന്റ് ചെയ്യുന്നതിനും നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഇതിനു വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കാം അല്ലെ. നമ്മൾ അന്ന് പഠിച്ചിട്ടുണ്ട്, എക്സൈലിൽ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പറയാമോ? എക്സാമ്പിൾ പറയാമോ? ഇൻഫെക്ഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന ഹാൻഡ് വാഷ് ചെയ്യാം, സാനിറ്റേഷൻ ചെയ്യാം, സ്റ്റെറിലൈസേഷൻ ചെയ്യാം, മാസ്കുകൾ ധരിക്കാം, ഡിസ്റ്റൻസ് പാലിക്കാം, വേസ്റ്റ് ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ്, PPE കിറ്റുകൾ അല്ലെ, PPE കിറ്റുകൾ, ഓക്കെ, ഐസൊലേഷൻ ചെയ്യാം അല്ലേ. അപ്പൊ ഇത്തരത്തിലൂടെയുള്ള അല്ലെ സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ, PPE കിറ്റുകൾ, ഹാൻഡ് വാഷിംഗ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ നമ്മൾ ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ മെയിൻ ഒരു റിസ്ക് ആണ് അല്ലെ ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അവിടെ വരുന്ന ആളുകൾക്ക് ഇൻഫെക്ഷൻസ് ബാധ ഏൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ചെറിയ കാര്യമാണോ? ആ ഒരു ഹോസ്പിറ്റലിന്റെ ഇമേജിനെ തന്നെ ബാധിക്കുന്നുണ്ട് അല്ലെ, ഗുഡ് വില്ലിനെ തന്നെ ബാധിക്കുന്നുണ്ട് അല്ലെ, ആണോ? അപ്പൊ എന്താണ് ഇപ്പൊ നോക്കാം നമുക്ക്. ഇൻഫെക്ഷൻ കൺട്രോൾ prevents or stop the spread of infection in health care settings. എന്താണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് തന്നെ, ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലെ ഇൻഫെക്ഷൻസിനെ തടയുന്നതിനും ആ ഒരു ഇൻഫെക്ഷൻസ് വ്യാപിക്കുന്നത്, സ്പ്രെഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളെ അല്ലെ അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഒരു ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലുള്ള ഇൻഫെക്ഷൻസിനെ, നോസോകോമിയൽ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനും സ്റ്റോപ്പ് ചെയ്യുന്നതിനും പ്രിവെന്റ് തടയുന്നതിനും അത് സ്റ്റോപ്പ് ചെയ്യുന്നതിനും ഉള്ള മാർഗങ്ങളെ നടപടിക്രമങ്ങളെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എസെൻഷ്യൽ പാർട്ട് ഓഫ് ദി ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ഒരു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ട് അല്ലെങ്കിൽ ഒരു പ്രക്രിയയാണ് അല്ലെ, ഒരു പ്രൊസീജിയർ ആണ് ഇൻഫെക്ഷൻ കൺട്രോൾ എന്ന് പറയുന്നത് അല്ലെ. ആണോ? ഇപ്പൊ മിസ് പറഞ്ഞ പോലെ നമ്മുടെ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള മാർഗങ്ങളില്ല. അവിടെ അതിനുവേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ എന്താണ്? അവിടെ വരുന്ന മിക്ക രോഗികൾക്കും ഇൻഫെക്ഷൻസ് ബാധയേക്കും അല്ലേ. അതെന്താണ്? അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും അല്ലെ, പ്രോസസ്സുകളെ, സിസ്റ്റത്തിനെ ബാധിക്കും, അവരെ ഗുഡ് വില്ലിനെ ബാധിക്കും അല്ലെ. അപ്പൊ എന്താണ്? ഒരു ഹെൽത്ത് കെയർ സ്ട്രക്ചറിലെ ഒഴിച്ചുകൂടാനാവാത്ത അല്ലെ, നമുക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു എസെൻഷ്യൽ പാർട്ടാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോസസ്സുകൾ. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് infection control addresses factors related to the spread of infections within the healthcare settings. അല്ലെ, നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് എന്തിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്, അഡ്രസ് ചെയ്യുന്നത്, എയിം ചെയ്യുന്നത് എന്തിലേക്കായിരിക്കും? ഇൻഫെക്ഷൻസിനെ, നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ഫാക്ടേഴ്സിനെ ആയിരിക്കും അല്ലെ, ഘടകങ്ങളെയല്ലേ, ഘടകങ്ങളെ ആയിരിക്കും ഇത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെ. അപ്പൊ എന്താണ് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ കൂടുതലായും അഡ്രസ് ചെയ്യുക, അതായത് ഫോക്കസ് ചെയ്യുക അല്ലെ, കേന്ദ്രീകരിക്കുന്നത് എന്താണ്? ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യിക്കുന്ന അല്ലെ, പകർത്തുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫാക്ടേഴ്സിനെ, ഘടകങ്ങളെയാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ നിന്ന് ഇൻഫെക്ഷൻസ് പടരുന്നത്? എങ്ങനെയൊക്കെയാണ്? വെദർ എമംഗ് ഫ്രം പേഷ്യൻസ് ടു സ്റ്റാഫ് അല്ലെ, എന്താണ്? പേഷ്യൻസിന് സ്റ്റാഫുകളിൽ നിന്ന് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ സ്റ്റാഫുകൾ എന്ത് ചെയ്യണം? ഹാൻഡ് വാഷ് ചെയ്യാം, PPE കിറ്റുകൾ ധരിക്കാം, ആണോ?
അല്ലെങ്കിൽ പേഷ്യൻസിൽ നിന്ന് സ്റ്റാഫുകൾക്ക് വരാം അല്ലെ, പേഷ്യൻസിൽ നിന്ന് സ്റ്റാഫുകൾക്ക് വരാം അല്ലെ. അപ്പൊ എന്താണ് വെദർ എമംഗ് പേഷ്യൻസ് ഫ്രം സ്റ്റാഫ് ടു സ്റ്റാഫ്, ഫ്രം സ്റ്റാഫ് ടു പേഷ്യൻസ് അല്ലെ. എന്താണ് പേഷ്യൻസിൽ നിന്ന് സ്റ്റാഫുകൾക്ക് വരാം, സ്റ്റാഫുകളിൽ നിന്ന് പേഷ്യൻസിന് വരാം, ഓർ എമംഗ് സ്റ്റാഫ്, സ്റ്റാഫുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യാം അല്ലെ. പരസ്പരം ഒരു സ്റ്റാഫിന് വന്നു കഴിഞ്ഞാല് ആ സ്റ്റാഫിന്റെ കയ്യിൽ നിന്ന് മറ്റു സ്റ്റാഫുകൾക്കും കിട്ടാലോ. അപ്പൊ എന്താണ് വെദർ എമംഗ് പേഷ്യൻസ് ടു സ്റ്റാഫ് ആണ് കേട്ടോ, പേഷ്യൻസ് ടു സ്റ്റാഫ്. ആദ്യം എന്താണ് പേഷ്യന്റിൽ നിന്ന് സ്റ്റാഫുകൾക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് സ്റ്റാഫിൽ നിന്ന് പേഷ്യൻസിന് വരുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് സ്റ്റാഫുകളുടെ ഇടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ദിസ് ഇൻക്ലൂഡ്സ് പ്രിവെന്റീവ് മെഷേഴ്സ് സച്ച് ആസ് ഹാൻഡ് വാഷിംഗ്, ക്ലീനിങ്, ഡിസ്ഇൻഫെക്ടിങ്, സ്റ്റെറിലൈസിംഗ് ആൻഡ് വാക്സിനേഷൻ. നിങ്ങൾ പറഞ്ഞ പോലെ അപ്പൊ ഈ ഒരു ഇൻഫെക്ഷൻസ് കൺട്രോളിൽ ഉൾപ്പെടുത്തുന്ന പ്രിവെന്റീവ് മെഷേഴ്സ് എന്താണ് ഇതിന് തടയുന്നതിനുള്ള മാർഗങ്ങൾ ഏതൊക്കെയാണ്? ഹാൻഡ് വാഷിംഗ് ചെയ്യുക, ക്ലീനിങ് ചെയ്യുക അല്ലെ, വൃത്തിയാക്കുക, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യുക, സ്റ്റെറിലൈസേഷൻ ചെയ്യുക അല്ലെ, പിന്നെ വാക്സിനേഷനുകൾ പ്രൊവൈഡ് ചെയ്യാൻ നൽകുക. ഓക്കെയാണോ? ഇപ്പൊ നമുക്കറിയാം കൊറോണ വന്നപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് കൊറോണ തടയുന്നതിന് വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്ത് നമ്മൾ വാക്സിനേഷൻ എടുത്ത് അല്ലെ. രണ്ട് വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞിട്ട് എന്താണ് പിന്നെ ഒരു ബൂസ്റ്റർ ഡോസും കൂടി കൊണ്ടുവന്നു അല്ലെ. ആണോ? എടുത്തിട്ടുണ്ടോ ബൂസ്റ്റർ? ഓക്കെ, ബൂസ്റ്ററും കൊണ്ടുവന്നിട്ടുണ്ട് അല്ലെ. പക്ഷെ ഇപ്പൊ വീണ്ടും ഇതായിക്കൊണ്ടിരിക്കുകയുണ്ട് അല്ലെ. ആ ഒരു വാക്സിനേഷൻ എടുത്ത ആളുകൾക്ക് ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് കാണിക്കുന്നുണ്ടെന്നല്ലേ. അതെന്താണ് അറ്റാക്കുകൾ അവര് സയന്റിഫിക് ആയിട്ട് അത് ഒരുപാട് നാളെടുത്ത് അവര് റിസർച്ചുകൾ നടത്തിയിട്ടൊക്കെയാണോ അത് വികസിപ്പിച്ചെടുത്തത്? ആ ഒരു അല്ലെ ആ ഒരു അസുഖം വന്നപ്പോ കൊറോണ വന്നപ്പോൾ പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിന് വേണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള വാക്സിനേഷനുകളിലൂടെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സുകളിലൂടെ, ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകളിലൂടെ, ക്ലീനിങ് പ്രോസസ്സുകളിലൂടെ, ഹാൻഡ് വാഷിംഗ് പ്രക്രിയകളിലൂടെ ഒക്കെ എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാൻ സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് health care associated infections are major burden for patients, society and healthcare management അല്ലെ. ഈ ഒരു ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്താണ് മേജർ ആയിട്ടുള്ള ഒരു ബേർഡൻ ആണ് അല്ലെ. ആർക്കൊക്കെയാണ് ഇത് മേജർ ആയിട്ടുള്ള ബേർഡൻ ആണെന്ന് പറയുന്നത്? പേഷ്യൻസിന്, സൊസൈറ്റികൾ, ഹെൽത്ത് കെയർ മാനേജ്മെന്റിന് അല്ലെ. ഇപ്പൊ പേഷ്യൻസിന് വന്നു കഴിഞ്ഞാൽ എന്താണ് അവരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് വരുന്നുണ്ടോ? കമ്മ്യൂണിറ്റിയിൽ വരുന്നുണ്ടോ ആ ഒരു ഇൻഫെക്ഷൻസ്? വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതെന്താണ് സൊസൈറ്റിക്ക് ഭീഷണിയാണ് അല്ലെ. സൊസൈറ്റിക്ക് ഭീഷണിയാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റിനും ഭീഷണിയാണ് അല്ലെ. മേജർ ബേർഡൻ ആണ് അല്ലെ. അപ്പൊ ഈ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് എന്താണ് പേഷ്യൻസിന്, സൊസൈറ്റിക്ക്, നമ്മുടെ ഹെൽത്ത് കെയർ മാനേജ്മെന്റിന് മേജർ ആയിട്ടുള്ള ബേർഡൻ ആണ്. നെക്സ്റ്റ് പറയുന്നത് the emergence of life threatening infections such as severe acute respiratory syndrome SARS and re-emerging infectious disease like plague and tuberculosis have emphasized the need for effective infection control programs in all healthcare settings and capacity building for healthcare workers so they can implement them. അല്ലെ. എന്താണ് നമ്മുടെ ഗുരുതരമായിട്ടുള്ള സാസ് പോലെയുള്ള അസുഖങ്ങൾ അല്ലെ, ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന അണുബാധകള്. ഇപ്പൊ സാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെവർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം അല്ലെ. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ ബാധിക്കുന്ന കഠിനമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ആണ് സാസ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് എന്താണ് ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുകളും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ലൈഫ് ത്രെട്ടനിങ് ഇൻഫെക്ഷൻസ്, പിന്നെ കൂടാതെ നമുക്കറിയാം പ്ലാഗും ട്യൂബർക്യുലോസിസും ഒക്കെ നമ്മൾ പറഞ്ഞു വാക്സിനേഷനുകളിലൂടെ നമ്മൾ ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് അല്ലെ. പ്ലാഗ്, ക്ഷയം ഒക്കെ
പക്ഷെ എന്താണ് വീണ്ടും അവ വരുന്നുണ്ടോ? ഉയർത്തെഴുന്നേറ്റ് വരുന്നുണ്ട് അല്ലെ? റീഎമർജ് ചെയ്ത് വരുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തുന്ന സാസ് പോലെയുള്ള സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം പോലെയുള്ള അസുഖങ്ങൾക്കും പിന്നെ എന്താണ് വീണ്ടും നമ്മുടെ ഇവിടെ ഉയർത്തെഴുന്നേറ്റ് റീഎമർജ് ചെയ്ത് വരുന്ന ഇൻഫെക്ഷൻസ് ഇതുപോലെ പ്ലാഗ്, ക്ഷയം അല്ലെ, ട്യൂബർക്യുലോസിസ് പോലെയുള്ള അസുഖങ്ങളും എന്താണ് അതൊക്കെ എന്താണ് നമുക്ക് പരമാവധി അല്ലെങ്കിൽ നമുക്ക് എന്താണ് കറക്റ്റ് രീതിയിൽ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് അത് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾ എന്താണ് ഇങ്ങനെ ഉയർന്നു വരുന്ന പകർച്ചവ്യാധികളും എല്ലാ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളിലും എന്താണ് ഫലപ്രദമായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയെ എടുത്തു പറയുന്നുണ്ട് അല്ലെ? ഊന്നിപ്പറയുകയും എന്താണ് അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഇത്തരം ഇൻഫെക്ഷൻസിനെ പരമാവധി സ്റ്റോപ്പ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും നമ്മൾ എല്ലാ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ എന്ത് ചെയ്യണം? ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോസസ്സുകൾ ചെയ്യണ്ടേ? സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോംസിനെ സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ വീണ്ടും റീഎമർജ് ചെയ്ത് വരുന്ന ഇൻഫെക്ഷൻസ് അല്ലെ? ഇത്തരം ഈ ഇൻഫെക്ഷൻസിനെ മാത്രം സ്റ്റോപ്പ് ചെയ്താൽ മതിയോ? എല്ലാ ഇൻഫെക്ഷൻസിനെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം അല്ലെ? മനുഷ്യനെ ബാധിക്കുന്ന ഹ്യൂമൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിനെ ബാധിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻസിനെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യണ്ടേ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലോ? അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഇൻഫെക്ഷൻസിനെ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ എന്ത് പാലിക്കണം? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകൾ അല്ലെ? ഹാൻഡ് വാഷ് ചെയ്യുക, സ്റ്റെറിലൈസ് ചെയ്യുക, PPE കിറ്റുകൾ ധരിക്കുക, സാനിറ്റേഷൻ ചെയ്യുക, ഇൻഫെക്ഷൻ ബാധയേറ്റിട്ടുള്ള പേഷ്യൻസിനെ എന്ത് ചെയ്യുക? ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. വേണോ? അപ്പൊ ഈ പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളാണോ? അപ്പൊ എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് ഇത്തരം ഹെൽത്ത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ നടത്തണോ? നടത്തണം. അപ്പൊ എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ നമ്മുടെ സാസ് അല്ലെങ്കിൽ വീണ്ടും എമർജ് വരുന്ന ട്യൂബർക്യുലോസിസ് അതല്ലെങ്കിൽ പ്ലാഗ് പോലെയുള്ള അസുഖങ്ങള് നമ്മുടെ ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ പ്രവർത്തനങ്ങളുടെ പ്രാധാന്യത്തെ വിളിച്ചു പറയുന്നുണ്ട് അല്ലെ? ഊന്നി പറയുന്നുണ്ട് അല്ലെ? കൂടാതെ എന്താണ് ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കുകയും ചെയ്യണം അല്ലെ? എന്താണ് നമുക്ക് വരുന്ന നമ്മുടെ സാസ് നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന സാസ് അതല്ലെങ്കിൽ വീണ്ടും എമർജ് ചെയ്യുന്ന വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരുന്ന പ്ലാഗ് ട്യൂബർക്യുലോസിസ് പോലെയുള്ള അസുഖങ്ങള് നമ്മുടെ ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചറിൽ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങളുടെ ആവശ്യകതയെ എടുത്തു പറയുന്നു അല്ലെ? ഊന്നി പറയുന്നു. കൂടാതെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ആ ഒരു ശേഷി ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ആ ഒരു കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹോസ്പിറ്റലില് ഇത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നോക്കിയേ, an infection program is considered efficient which when used appropriately restrict the spread of infections among patients and staff in the hospital. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൺട്രോൾ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായിട്ട് അല്ലെങ്കിൽ ഉചിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇത്തരം ഇൻഫെക്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും പേഷ്യൻസിനും ഇടയിൽ സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് നിയന്ത്രിക്കാലോ. സാനിറ്റേഷൻ ചെയ്യുക, പിന്നെ വൺ ടൈം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകൾ ഉപയോഗിക്കുക അല്ലെ? സ്റ്റെറിലൈസ് ചെയ്യുക, പേഷ്യൻസിനെ കോണ്ടാക്ട് ചെയ്യുന്നതിന് മുമ്പും അതിനുശേഷവും ഹാൻഡ് വാഷിംഗ് ചെയ്യുക,
കറക്റ്റ് രീതിയിലുള്ള PPE കിറ്റുകൾ ധരിക്കുക അല്ലെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ പ്രവർത്തനങ്ങൾ നമ്മൾ ഉചിതമായി സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ഈ ഇൻഫെക്ഷൻസിനെ സ്പ്രെഡ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാലോ, നിയന്ത്രിക്കാലോ. പേഷ്യൻസും സ്റ്റാഫുകളും തമ്മിൽ അല്ലെ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായി സാധിക്കുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എ ഗുഡ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ഓൾസോ കൺസിഡറബിളി reduces efficient morbidity, length of hospital stay and cost associated with hospital stay. ഒരു നല്ല ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ആണെങ്കിലും അത് എന്തൊക്കെ കാര്യങ്ങളാണ് കുറയ്ക്കുന്നത്? പേഷ്യൻസിന്റെ മോർബിഡിറ്റി അല്ലെ, എന്താണ് രോഗാവസ്ഥ കുറയ്ക്കുന്നുണ്ടോ? മോർബിഡിറ്റി അല്ലെ, രോഗാവസ്ഥ കുറയ്ക്കുന്നു. കൂടാതെ രോഗാവസ്ഥ കൂടുമ്പോഴാണ് അല്ലെ നമ്മ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം കൂടി കൂടുതൽ കിടക്കേണ്ടി വരുന്നത്. നമുക്ക് ചെറിയ ചെറിയ സിംറ്റംസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പോരാ അല്ലെ തിരിച്ച്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ലെങ്ത് ഓഫ് സ്റ്റേ, ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? രോഗാവസ്ഥ കുറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാം അല്ലെ. ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വരുന്ന ആ ഒരു കാലയളവ് കുറയ്ക്കാം. അത് കുറച്ചു കഴിഞ്ഞാൽ എന്താണ് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പേഷ്യൻസിന് വരുന്ന ചെലവ് കുറയ്ക്കാൻ സാധിക്കുന്നുണ്ടോ? കോസ്റ്റ്. അപ്പൊ എന്താണ് ഒരു നല്ല ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം ആണെങ്കിൽ പേഷ്യൻസിന്റെ രോഗാവസ്ഥയെ കുറയ്ക്കാനും രോഗാവസ്ഥ കുറച്ചു കഴിഞ്ഞാൽ ആ ഒരു പേഷ്യൻസിന്റെ ഹോസ്പിറ്റൽ സ്റ്റേയുടെ ആ ഒരു കാലയളവ് ലെങ്ത് കുറയ്ക്കാനും അതുകൂടാതെ തന്നെ എന്താണ് ആ ഒരു ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് വരുന്ന ആ ഒരു കോസ്റ്റിലെ ചിലവ് കുറയ്ക്കാനും സാധിക്കുന്നു. ഓക്കെ ആണോ? ദിസ് ഈസ് അച്ചീവ്ഡ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ബൈ ദ പ്രിവെൻഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻഫെക്ഷൻസ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫെക്ഷൻസിനെ തടയുകയും അത് ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്യുകയും ചെയ്യണം അല്ലെ. ആണോ? ക്ലിയർ അല്ലേ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആൻഡ് infection through the application of research based knowledge to practice അല്ലെ. അതിനു വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിസർച്ച് ബേസ്ഡ് നോളജ് പ്രാക്ടീസുകൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ അല്ലെ എന്താണ് അണുബാധ ഗവേഷണ അടിസ്ഥാനമായിട്ടുള്ള അറിവ് നമ്മൾ പ്രയോഗിച്ചുകൊണ്ട് അല്ലെ. ഇപ്പൊ നമുക്കറിയാം നമ്മളോട് കൊറോണ വന്ന സമയത്ത് പറഞ്ഞു മാസ്കുകൾ ധരിക്കുക, 1 മീറ്റർ അകലം പാലിച്ച് നിൽക്കുക അല്ലെ. പിന്നെന്താണ് കൈകള് ഏത് സമയത്തും ഹാൻഡ് വാഷ് ചെയ്യുക അല്ലെ. സാനിറ്റൈസർ യൂസ് ചെയ്യുക. പിന്നെന്താണ് പേഷ്യന്റിന് ആർക്കെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്താണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുക. ഇതൊക്കെ അവർ വെറുതെ പറഞ്ഞതാണോ? അല്ല, അവരിത്തരം കാര്യങ്ങള് എന്താണ് മറ്റുള്ളവരിൽ പരീക്ഷിച്ചിട്ട് അതിനൊരു റിസൾട്ട് വന്നതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മുടെ അടുത്ത് പറഞ്ഞത് 1 മീറ്റർ അകലം പാലിക്കുക, ഹാൻഡ് വാഷ് ചെയ്യുക, മാസ്കുകൾ ധരിക്കുക അല്ലെ. അപ്പൊ അതേപോലെ എന്താണ് ഇത്തരത്തിലുള്ള റിസർച്ച് ബേസ്ഡ് നോളജുകൾ നമ്മൾ പ്രയോഗിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസിനെ പ്രിവെന്റ് ചെയ്യാനും അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ ആണോ? അതിലൂടെ നമുക്ക് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നേടിയെടുക്കാം അല്ലെ. പേഷ്യൻസിന്റെ രോഗാവസ്ഥ കുറയ്ക്കാം, പേഷ്യന്റിന്റെ ഹോസ്പിറ്റൽ സ്റ്റേ കുറയ്ക്കാം, കൂടാതെ ഹോസ്പിറ്റൽ സ്റ്റേയുമായി ബന്ധപ്പെട്ട് പേഷ്യൻസിന് വരുന്ന ചിലവുകളും കുറയ്ക്കാനായി സാധിക്കുന്നു. ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് കമ്പോണൻസ് ഓഫ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അല്ലെ. നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ കമ്പോണൻസ് അല്ലെ, ഫാക്ടേഴ്സ് ഏതൊക്കെ, ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ബേസിക് മെഷർ ഫോർ ഇൻഫെക്ഷൻ കൺട്രോൾ. എന്താണ് നമ്മുടെ അണുബാധ ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിനുള്ള എന്താണ് ബേസിക് മെഷേഴ്സുകൾ അല്ലെ. എന്തൊക്കെയാണ് സ്റ്റാൻഡേർഡ് ആൻഡ് അഡീഷണൽ പ്രിക്കോഷൻസ്. സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ചെയ്യുന്ന ഹാൻഡ് വാഷിംഗ് ഇല്ലേ, ഡോക്ടേഴ്സ് പേഷ്യന്റിനെ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് അല്ലെ അവരെ കോണ്ടാക്ട് ചെയ്തതിന് ശേഷം ഹാൻഡ് വാഷ് ചെയ്യുക.
PPE കിറ്റുകൾ ധരിക്കുക, മാസ്കുകൾ ധരിക്കുക, സാനിറ്റേഷൻ ചെയ്യാന്നുള്ള പ്രക്രിയകള്, അതൊക്കെയാണ് സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസ് അല്ലെ. അഡീഷണൽ പ്രിക്കോഷൻസ് എന്ന് പറഞ്ഞാൽ അവരെന്താണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കുന്നതൊക്കെ ഇല്ലേ, അത് അഡീഷണൽ ആയിട്ട് എടുക്കുന്നതാണ് അല്ലേ, ആണോ? അപ്പൊ അത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പ്രിക്കോഷൻസിലൂടെയും അഡീഷണൽ പ്രിക്കോഷൻസിലൂടെയും എന്താണ് നമ്മ ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസിനെ നിയന്ത്രിക്കുന്നതിനുള്ള ബേസിക് മെഷേഴ്സുകൾ സ്വീകരിക്കുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പാക്കണം അല്ലെ. അവരുടെ സംരക്ഷണം നമുക്ക് ഏതൊക്കെ രീതിയിൽ ഉറപ്പാക്കാൻ സാധിക്കും? ശരിയായ രീതിയിൽ ഇൻഫെക്ഷൻ കൺട്രോൾ മാനേജ്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിലൂടെ PPE കിറ്റുകൾ ധരിക്കാം അല്ലെ, ശരിയായ രീതിയിൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രക്രിയകൾ നടത്താം അല്ലെ, ആണോ? സാനിറ്റേഷൻ ചെയ്യാം അല്ലെ. അപ്പൊ എന്താണ്? അത്തരം പ്രവർത്തനങ്ങളിലൂടെ ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുക അല്ലെ. നെക്സ്റ്റ് പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ഹെൽത്ത് കെയർ വർക്കേഴ്സ് അല്ലെ. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എന്ത് കൊടുക്കണം? പരിശീലനങ്ങളും എഡ്യൂക്കേഷനും കൊടുക്കണോ? ഓരോ ഇൻഫെക്ഷൻസും നമുക്ക് ഏതൊക്കെ രീതിയിൽ കൗൺസിലിംഗ് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കും അല്ലെ, അതിനുവേണ്ടി നമ്മൾ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്താണ് അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്? ഹെൽത്ത് കെയർ വർക്കേഴ്സിന് എഡ്യൂക്കേഷനും ട്രെയിനിങ്ങുകളും നൽകുക. നെക്സ്റ്റ് എന്താണ്? എസെപ്റ്റിക് ടെക്നിക്സുകൾ. എസെപ്റ്റിക് ടെക്നിക്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഓഫ് പ്രൊസീജിയർ, ഒരു സെറ്റ് ഓഫ് നടപടിക്രമങ്ങളെയാണ് നമുക്ക് എസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. ടു പ്രിവെന്റ് ഇൻഫെക്ഷൻസ് തടയുന്നതിനുള്ള സെറ്റ് ഓഫ് പ്രൊസീജിയറിനെയാണ് എസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? ഈ ടെക്നിക്സുകളില് സ്റ്റെറിലൈസേഷൻ ചെയ്യാം അല്ലെ, ചെയ്തൂടെ? സ്റ്റെറിലൈസേഷൻ, സാനിറ്റേഷൻ, ക്ലീനിങ്, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകള് അല്ലേ, കെമിക്കൽ ഡിസ്ഇൻഫെക്ഷൻ മെത്തേഡുകള്. അപ്പൊ ഫോഗിങ്. അപ്പൊ ഒരു സെറ്റ് ഓഫ് പ്രൊസീജിയറിലൂടെ എന്താണ് നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള നടപടിക്രമങ്ങളെയാണ് എസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ്? പല രീതിയിലുള്ള മെഡിക്കൽ എസെപ്റ്റിക് പഠിക്കുന്നുണ്ട്, നിങ്ങൾ സർജിക്കൽ എസെപ്റ്റിക് ഒക്കെ ഇനി പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ പറഞ്ഞേരെ, ഇപ്പൊ ജസ്റ്റ് പറഞ്ഞേരം എന്താണ്? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയുന്നതിനുള്ള പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ് ആൻഡ് മിനിമൈസിംഗ് റിസ്ക്സ് അല്ലെ. എന്താണ്? നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഹസാർഡുകൾ എന്താണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം അല്ലെ, മനസ്സിലാക്കണ്ടേ? എന്നിട്ട് വേണം അല്ലെ ആ റിസ്ക് കുറയ്ക്കാൻ, മിനിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കേണ്ടത് അല്ലെ. എന്താണ്? ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹസാർഡ്സ്. ഇൻഫെക്ഷൻസ് ബാധയുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, എവിടെ നിന്നൊക്കെയാണ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുകയും റിസ്കുകൾ കുറയ്ക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് സർവീലൻസ് അല്ലെ. സർവീലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിരീക്ഷണം. ഇതിന്റെ കാര്യം മനസ്സിലാക്കുന്നത് നിരീക്ഷണങ്ങളിലൂടെയാണ് അല്ലെ, ആണോ? അണുബാധ നിയന്ത്രണ പ്രക്രിയകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സർവീലൻസ് അല്ലെ. അപ്പൊ സർവീലൻസ് നമ്മ ആ ഒരു നിരീക്ഷണം നടത്തി നമുക്കറിയാം ഇപ്പൊ ഓരോ ഇൻഫെക്ഷൻസും ഓരോ രീതിയിൽ തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്, പല മാർഗങ്ങളിലൂടെയാണ് അല്ലെ, ആണോ? പല മാർഗങ്ങളിലൂടെയാണ് അല്ലെ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണ്ടേ ഓരോ ഇൻഫെക്ഷൻസും ഏതൊക്കെ രീതിയിൽ സ്പ്രെഡ് ചെയ്യാം അല്ലെ, അത് ഏതൊക്കെ ഭാഗങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഏതൊക്കെ ഭാഗങ്ങളെയാണ് ബാധിക്കുന്നത് അല്ലെ, മനസ്സിലാക്കണോ? അതൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഒബ്സർവേഷനിലൂടെ അല്ലെ, സർവീലൻസിലൂടെ അല്ലേ മനസ്സിലാക്കുന്നത്.
അപ്പൊ എന്താണ് അങ്ങനെയുള്ള സർവീലൻസ് പ്രോസസ്സുകൾ നടത്താം. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, നമ്മൾ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡോക്ടർ ആദ്യം തന്നെ നമുക്ക് എഴുതി തരുന്ന മരുന്ന് എന്താണ്? ഇൻഫെക്ഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആന്റിബയോട്ടിക്സുകൾ അല്ലെ. അപ്പൊ നോക്കിയേ, ആന്റിബയോട്ടിക് യൂസേജ് എന്താണ്? ഇൻഫെക്ഷൻസ് തടയുന്നതിന് വേണ്ട ആന്റിബയോട്ടിക് യൂസേജ്, മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ഓർ ബോഡി ഫ്ലൂയിഡ്സ് എക്സ്പോസർ. നമുക്കറിയാം മിക്ക ഇൻഫെക്ഷൻസ് എന്താണ് നമ്മുടെ ബ്ലഡിലൂടെ അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡിന്റെ സമ്പർക്കത്തിലൂടെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസിൽ പഠിച്ചില്ലേ? രക്തത്തിലൂടെയോ അല്ലെങ്കിൽ നമുക്ക് അതർ ബോഡി ഫ്ലൂയിഡ് ശരീരദ്രവങ്ങളിലൂടെയുള്ള സമ്പർക്കം മൂലം നമുക്ക് സ്പ്രെഡ് ചെയ്യാം അല്ലെ. അപ്പൊ അതിനു വേണ്ടിയുള്ള ശരിയായിട്ടുള്ള മാനേജ്മെന്റ്, ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് ഓർ ബ്ലഡ് പ്രോഡക്ട്സുകൾ നമുക്ക് സാമ്പിൾ ഒക്കെ എടുക്കുന്ന സമയത്ത് അല്ലെ, നമുക്ക് എന്താണ് ടെസ്റ്റുകൾ നടക്കുക, അങ്ങനെയുള്ള ആ ഒരു അല്ലെങ്കിൽ നമുക്ക് ഇൻജെക്ഷൻസ് എടുക്കുക അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് ബ്ലഡ് ഓർ ബ്ലഡ് പ്രോഡക്ട്സുകൾ തമ്മിൽ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഇൻഫെക്ഷൻസ് വരാനുള്ള ആ ഒരു സാധ്യത തടയുക, പ്രിവെന്റ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ആൻഡ് ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് വേസ്റ്റ് മാനേജ്മെന്റ് അല്ലെ, ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, സ്പില്ലേജ് വേസ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ശരിയായ രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് യൂസ് ഓഫ് സിംഗിൾ യൂസ് ഡിവൈസസ്. നിങ്ങൾക്ക് അറിയാം അല്ലെ, നമുക്ക് സിറിഞ്ചുകളൊക്കെ എങ്ങനെയാണ്? സിറിഞ്ച്, ഗ്ലൗസുകൾ, PPE കിറ്റുകളൊക്കെ എന്താണ്? സിംഗിൾ യൂസേജ് ഡിവൈസ് ആണ് അല്ലെ, ആണോ? കത്തീറ്റേഴ്സ് ട്യൂബുകളൊക്കെ ഒരാൾക്ക് ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടില്ല അല്ലെ, വൺ ടൈം ഓൺലി അല്ലെ. അപ്പൊ എന്താണ് നമ്മൾ എന്ത് ചെയ്യുക? സിംഗിൾ യൂസ് ഡിവൈസുകൾ ഉപയോഗിക്കുക. റീപ്രോസസിംഗ് ഓഫ് ഇൻസ്ട്രുമെന്റ് ആൻഡ് എക്യുപ്മെന്റുകൾ. എന്താണ് നമ്മൾ ഉപയോഗിച്ച എക്യുപ്മെന്റുകൾ, ഇൻസ്ട്രുമെന്റ്സുകളൊക്കെ എന്ത് ചെയ്യുക? പുനഃസംസ്കരണം നടത്താം അല്ലെ, റീപ്രോസസിംഗ് നടത്താം. നിങ്ങൾ മൈക്രോവേവ്, ഓട്ടോക്ലേവിംഗ് ഒക്കെ പഠിച്ചോ? സ്റ്റെറിലൈസേഷൻ ഒക്കെ ചെയ്യാം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇൻസ്ട്രുമെന്റുകൾ, എക്യുപ്മെന്റുകളൊക്കെ രണ്ടാമത് റീപ്രോസസ് ചെയ്തതിന് ശേഷം അല്ലെ, പുനഃസംസ്കരണം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ഒക്കെ നടത്തി ആ ഒരു ഇൻഫെക്ഷൻസിനെ നശിപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. നെക്സ്റ്റ് ഇൻസിഡന്റ് മോണിറ്ററിംഗ് അല്ലെ. എന്താണ് നമ്മുടെ ഈ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഇൻസിഡന്റുകൾ, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ് കൊണ്ട് സമ്പർക്കം പുലർത്തി എത്ര ഇൻഫെക്ഷൻസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര ഇൻസിഡന്റുകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻസിഡന്റുകളൊക്കെ മോണിറ്റർ ചെയ്യുകയും അതിന്റെ റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുകയും ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ അല്ലെ. എന്താണ് നമ്മുടെ ഹോസ്പിറ്റലില് അസാധാരണമായിട്ടുള്ള ഇൻഫെക്ഷൻസ് കേസുകൾ വർദ്ധിക്കുന്നതിന്റെ കാരണം തിരിച്ചറിയുകയും അത് നിയന്ത്രിക്കുന്നതിനുള്ള ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഇപ്പൊ എന്തെന്ന് ഒരു മൂവിയിൽ കാണിക്കുന്നുണ്ട്, ഈ ഒരു മറന്നു അത് ആ ഒരു സമയത്ത് വന്ന ഇൻഫെക്ഷൻസ് ആണ് പട്ടികളിൽ നിന്ന് സ്പ്രെഡ് ചെയ്തത്. കണ്ടിട്ടുണ്ടോ? പട്ടിന് ചൈനയിൽ നിന്നുള്ള ഒരാൾ വന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട്, പേര് വിട്ടുപോയി മിസ് ഒരു തവണ കണ്ടതാ, കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ അതെന്താണ്? സൂര്യയുടെ തമിഴ് മൂവി അല്ലേ. ഏഴാം അറിവ്. ഓക്കെ ഇപ്പൊ മിസ് ഏഴാം അറിവ് അതിൽ കാണിക്കുന്നുണ്ട് അല്ലെ. എന്താണ് എത്രയോ പണ്ട് ഉണ്ടായിരുന്ന അല്ലെ ഒരു അസുഖം വീണ്ടും അവര് കൊണ്ടുവന്നാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അവര് കൊണ്ടുവന്നത്? അസുഖത്തിന് വേണ്ടി ചൈനയിൽ മെഡിസിൻ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് അന്യായ തോതില് നമ്മുടെ നാട്ടിൽ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ എന്താണ് അതിനു വേണ്ടി എന്താണ് അവർക്ക് സെർച്ചുകളൊക്കെ നടത്തി കണ്ടിട്ടാണ് അല്ലെ ഒരു മെഡിസിൻ കണ്ടുപിടിച്ചേക്കുന്നത്. അപ്പൊ ഒരു അസാധാരണമായിട്ടുള്ള അല്ലെ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലില് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെ അത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് എവിടെ നിന്നാണ്, അതിന്റെ കാരണം എന്താണ്, ഏത് തരത്തിലുള്ള വൈറസ് ആണ് അത് സ്പ്രെഡ് ചെയ്യിക്കുന്നത്, അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്താണ് പ്രിവെന്റ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ നടപ്പിലാക്കുകയും
കൂടാതെ അതിനു വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുക. ഓക്കെ ആണോ? ഔട്ട്ബ്രേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ. നമുക്കറിയാം ഓരോ തവണ എന്താണ് ഇപ്പൊ ഇൻഫെക്ഷൻസ്, പുതിയ നിപ്പ കഴിഞ്ഞു, കൊറോണ കഴിഞ്ഞു, പിന്നെ വീണ്ടും വീണ്ടും ഓരോ അസുഖങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ? ആണോ? അപ്പൊ എന്താണ് നമ്മൾ അത് ഗവേഷണം ചെയ്ത റിസർച്ചുകൾ നടത്തിയാലാണ് അല്ലെ ഏതൊക്കെ രീതിയിലാണ് ആ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെ, അത് തടയുന്നതിന് വേണ്ടി, പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റും, ഏതൊക്കെ മെഡിസിനുകൾ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ അതിനു വേണ്ട നടപടിക്രമങ്ങൾ സ്വീകരിക്കുക. ഓക്കെ ആണോ? ഔട്ട്ബ്രേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.